ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ഡേ 1 ഇംഗ്ലീഷ് വൊക്കാബുലറി ചാലഞ്ച്. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷനാണ്. 10 വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷനാണ് നമ്മൾ ഡേ 1 ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. An inscription on a tombstone in memory of the person who has died. അതായത് മരിച്ച ആളുടെ പേരുകളൊക്കെ നമ്മളൊരു കല്ലറയിൽ എഴുതി വെക്കുന്നത്, അതിനെയാണ് നമ്മൾ എപ്പിറ്റഫ് എന്ന് പറയുന്നത്. എന്താണ് എപ്പിറ്റഫ്? രണ്ടാമത്താണ് എ പേഴ്സൺ ഹൂ ലവ്സ് മാൻകൈൻഡ് ആൻഡ് ഡൊണേറ്റ്സ് മണി ആൻഡ് ടൈം ടു ഹെൽപ്പ് അതേഴ്സ്. അതായത് മറ്റുള്ളവരെ സ്നേഹിക്കുന്ന ആൾ, അവർക്ക് വേണ്ടി പണം ചെലവഴിക്കുക, അവർക്ക് വേണ്ടി ടൈം കണ്ടെത്തുക, അങ്ങനെയുള്ള ആൾക്കാരാണ് നമ്മൾ ഫിലാന്ത്രോപ്പിസ്റ്റ് എന്ന് പറയുന്നത്. ഇനി തേർഡ് വണ്ണാണ് സംതിങ് നോ ലോങ്ങർ ഇൻ യൂസ്. അതാണ് ഒബ്സൊലേറ്റ്. അതായത് കൂടുതൽ കാലം യൂസ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെയാണ് നമ്മൾ ഒബ്സൊലേറ്റ് എന്ന് പറയുന്നത്. എ പേഴ്സൺ ഹൂ endures pain or hardship without showing feeling or complaint. അതാണ് സ്റ്റോയിക്. One who does not believe in the existence of God, that means atheist. ദൈവവിശ്വാസിയല്ലാത്ത ആളെയാണ് നമ്മൾ എത്തിയസ്റ്റ് എന്ന് പറയുന്നത്. എ സ്പീച്ച് ഓർ പ്രസൻറ്റേഷൻ മെയ്ഡ് വിതൗട്ട് പ്രീവിയസ് പ്രിപ്പറേഷൻ. അതാണ് എക്സ്റ്റെമ്പർ. ഒരു പ്രിപ്പറേഷനും ഇല്ലാതെ ഫസ്റ്റ് ടൈം ചെയ്യുന്ന സ്പീച്ചിനെ നമ്മൾ എക്സ്റ്റെമ്പർ എന്നാണ് പറയുക. എ പേഴ്സൺ ഹു ക്യാൻ സ്പീക്ക് സെവറൽ ലാംഗ്വേജ് ആണ് പോളിഗ്ലോട്ട്. എ പേഴ്സൺ ഹു ക്യാൻ സ്പീക്ക് സെവറൽ ലാംഗ്വേജ് ആണ് പോളിഗോട്ട്. എ പ്ലേസ് ഫോർ കീപ്പിംഗ് ബേർഡ്സ് ഇൻ എ കൺഫൈൻഡ് സ്പേസ്. അതാണ് ഐവറി എന്ന് പറയുന്നത്. ബേർഡ്സിനെ സൂക്ഷിക്കുന്ന ആ ഒരു പ്ലേസിന് നമ്മൾ ഐവറി എന്നാണ് പറയുക. എൻ എക്സ്ട്രീം ഫിയർ ഓഫ് കൺഫൈൻഡ് ഓർ എൻക്ലോസ്ഡ് സ്പേസസ് ആണ് ക്ലസ്ട്രോഫോബിയ. ദെൻ 10ാമത്തെ വേർഡാണ് ഡിഫിക്കൽട്ട് ഓർ ഇമ്പോസിബിൾ ടു റീഡ്. അതാണ് ഇല്ലിജിബിൾ.